കണ്ണൂരിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ നിർണായക CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. നിതിൻ പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് കിട്ടിയത്. ദൃക്സാക്ഷികളും ഇത് മൊഴിയായി നൽകിയിട്ടുണ്ട്. ലോൺ ആപ്പിൽ നിന്ന് അധ്യാപികയ്ക്ക് നിരന്തരം ഫോൺ കോൾ വന്നതിനെ തുടർന്നാണ് പ്രിൻസിപ്പൽ നിതിൻ രാജിനെ വിളിപ്പിച്ചതെന്നാണ് പോലീസിന് കിട്ടുന്ന വിവരം. റഫറൻസ് നമ്പറായാണ് അധ്യാപിക ലതാ ശശിധരന്റെ ഫോൺ നമ്പർ നിതിൻ നൽകിയത്. അധ്യാപികയ്ക്ക് താൻ കാരണം പ്രയാസമുണ്ടായതിൽ നിതിൻ രാജിന് നിരാശയുണ്ടായിരുന്നു. ഡോക്ടർ റാമിൽ നിന്നുണ്ടായ അധിക്ഷേപത്തിനൊപ്പം ലോൺ ആപ്പിന്റെ ഭീഷണിയും നിതിനെ മാനസിക സമ്മർദ്ദത്തിലാക്കിയതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ബിജീഷ് ഗോവിന്ദൻ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കണ്ണൂരിൽ നിന്ന്. ബിജീഷ്, ഈ കേസിൽ നിർണായകമാകുന്ന എന്തൊക്കെ പ്രധാനപ്പെട്ട പുതിയ വിവരങ്ങൾ ഇപ്പോൾ പോലീസിന്റെ കയ്യിലുണ്ട്? നിതിന്റെ മരണത്തിന് കാരണം എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ പോലീസിന്റെ ഒരു നിഗമനമുള്ളത്. അതിനകത്ത് ഒന്ന് നേരത്തെ നിതിന്റെ കുടുംബം ഉന്നയിച്ച ജാതി അധിക്ഷേപമാണ്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ടോർച്ചർ നടന്നു എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇത് മാർച്ച് മാസത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായതെന്നാണ് പോലീസ് പറയുന്നത്. മറ്റൊന്ന് ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈ ലോൺ ആപ്പ് ടീച്ചറുടെ റെഫറൻസ് നമ്പർ വെച്ചുകൊണ്ട്, അതായത് ലതാ ശശിധരൻ എന്ന് പറയുന്ന കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുള്ള ഇതിന്റെ അധ്യാപികയുടെ ഫോൺ നമ്പർ റെഫറൻസായി നൽകിക്കൊണ്ട് ഇൻസ്റ്റാ പറയുന്ന ലോൺ ആപ്പ് ഒരു 14,000 രൂപ നിതിൻ വായ്പ എടുത്തിരുന്നു. അത് ഫെബ്രുവരി മാസമാണ് എടുത്തിരുന്നത്. ഇത് സംബന്ധിച്ചിട്ടുള്ള വലിയ തരത്തിലുള്ള ഭീഷണി ഈ പണം തിരിച്ചടക്കുന്നതുമായി ബന്ധപ്പെട്ട് നിതിനും അതുപോലെ തന്നെ നേരിട്ടിരുന്നു. ഈ ഭീഷണിക്കൊടുവിലാണ് പ്രിൻസിപ്പലിന്റെ അടുത്ത് ടീച്ചർ ഈ വിവരം അറിയുന്നത്. അതിനെ തുടർന്ന് പ്രിൻസിപ്പല് നിതിനെ ഈ പ്രിൻസിപ്പലിന്റെ മുറിയിലേക്ക് വിളിച്ചു വരുത്തുകയും ടീച്ചറും അതുപോലെ തന്നെ ഒരു സഹാധ്യാപികയും അവരൊക്കെ പങ്കെടുത്തുകൊണ്ട് അത് പ്രിൻസിപ്പലിന്റെ മുറിയിൽ ഒരു ചർച്ച നടക്കുകയും ചെയ്തിരുന്നു. ഈ ചർച്ചയ്ക്കൊടുവിൽ നിതിന്റെ ഫോൺ പ്രിൻസിപ്പൽ വാങ്ങി പ്രിൻസിപ്പലിന്റെ മുറിയിൽ വെച്ചിരുന്നു. അതിനെ തുടർന്ന് അവർ പരാതി നൽകുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു. ഇതിന് പിന്നാലെ ഈ സംഭവം നടന്നൊരു 10 മിനിറ്റ് കഴിഞ്ഞാണ് നിതിൻ ഈ കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടി മരിക്കുന്നത്. അപ്പോൾ പോലീസ് ഇപ്പോൾ ഈ 3 കാരണങ്ങൾ പറയുന്നുണ്ട്. ഈ 3 കാരണങ്ങൾ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനകത്ത് പോലീസ് പ്രധാനമായി പറയുന്ന, അതായത് ഈ നിഗമനങ്ങളിലേക്ക് എത്തുന്നതിന് പോലീസ് പറയുന്ന പ്രധാന കാരണങ്ങൾ, ഇതിന്റെ ഫോണിലേക്ക് 98 തവണ ഇൻസ്റ്റാപേ എന്ന് പറയുന്ന ഈ ലോൺ വിളിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ടീച്ചറെ അതേ ദിവസം 26 തവണയും ഈ ഇൻസ്റ്റാപേക്കാർ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഈ തരത്തിലുള്ള സമ്മർദ്ദം അതുപോലെ തന്നെ നിതിൻ രാജി അത് കഴിഞ്ഞാണ് ടീച്ചർ ഈ സംഭവം പ്രിൻസിപ്പലിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ആ ശ്രദ്ധയിൽപ്പെടുത്തിയതിന് പിന്നാലെ നിതിനെ പ്രിൻസിപ്പലിന്റെ മുറിയിലേക്ക് വിളിക്കുന്നു. ആദ്യം നിതിനാണ് എത്തുന്നത്. അതിന് പിന്നാലെയാണ് ടീച്ചറും ടീച്ചറുടെ ഒരു സഹാധ്യാപികയും എത്തുന്നതിന് തൊട്ടു മുന്നേ നിതിന്റെ ഫോണിലേക്ക് ഇൻസ്റ്റാപേ ഫോൺ പേ ആപ്പുകാർ വിളിച്ചിരുന്നു. അപ്പോഴും ഭീഷണി സന്ദേശമാണ് ഫോണിലേക്ക് വന്നത് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ടീച്ചറുടെ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രിൻസിപ്പലും അധ്യാപകരും ഇതിനെതിരെ പരാതി നൽകുമെന്നടക്കമുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥിയുടെ അടുത്ത് പറയുന്നത്. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഈ മരണം സംഭവിക്കുന്നത്. മറ്റൊന്ന്, നേരത്തെ ഈ കുടുംബം ഉന്നയിച്ച ജാതി വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആ സംഭവം നടന്നിട്ടില്ല. അത് മാർച്ച് മാസത്തിലാണ് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിൽ നേരത്തെ കണ്ടിരുന്നില്ല. പക്ഷേ ജാതി അധിക്ഷേപം ഗുരുതരമായ തരത്തിൽ തന്നെ ആ സ്ഥാപനത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം കുട്ടികളിൽ നിന്നടക്കം മൊഴി പോലീസിനെ ഇത് സാധൂകരിക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിലാണ് ഇപ്പോൾ ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഇതിന്റെ മരണത്തിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തെ കാരണമായിട്ട് പറയുന്നത് പല കാരണങ്ങളുണ്ട് എന്നാണ് പോലീസ് കണ്ടെത്തുന്നത്. തുടരൂ ബിജീഷ്. ആർച്ച എന്നോടൊപ്പം ഉണ്ട്, നിതിന്റെ സുഹൃത്താണ്. ആർച്ച, പോലീസ് ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അതായത് അധ്യാപികയുടെ നമ്പർ ലോൺ ആപ്പിന് റഫറൻസ് നമ്പറായി കൊടുക്കുകയും അധ്യാപികയ്ക്ക് നിരന്തരമായി കോൾ വരികയും അത് ചോദിക്കാൻ പ്രിൻസിപ്പൽ വിളിച്ചു, അതിലുണ്ടായ വിഷമം, അധ്യാപികയ്ക്കുണ്ടായിട്ടുള്ള വിഷമത്തിലുണ്ടായ കുറ്റബോധം, ഇവയെല്ലാം നിതിനെ മരണത്തിലേക്ക് നയിച്ചു എന്നാണ്. എന്ന് വെച്ചാൽ ഈ ജാതി അധിക്ഷേപം പോലുള്ള സംഗതികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് റീസൺ, ഒരു അടിയന്തര പ്രകോപനം എന്ന് പറയുന്നത് ഈ ലോൺ ആപ്പ് ഇഷ്യൂ ആണ് എന്ന് പോലീസ് പറയുന്നത് പോലെ തോന്നുന്നു. എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? എനിക്ക് അറിയില്ല. അന്നാണ് ഈ ലോൺ ആപ്പിന്റെ കാര്യങ്ങളൊക്കെ അറിയുന്നത്. എനിക്കെന്തോ ഈ സാറ് നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അവനെ, ഈ റാം HOD. പിന്നെ അന്നുണ്ടായ സംഭവത്തെ പറ്റി എനിക്കറിയില്ല. അന്നിങ്ങനെ ലോൺ ആപ്പിന്റെ പ്രശ്നമായി, ഇങ്ങനെ വിളിച്ച് എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു. അതിനുശേഷം അവൻ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ചെയ്യുന്നേ ഇങ്ങനെ ആയി. അപ്പോ എന്താന്ന് കറക്റ്റ് എനിക്ക് അറിയത്തില്ല അതിനെപ്പറ്റി. ശരി. അല്ല, ഈ മറ്റ് സംഗതികൾ എന്താണ്? അതിനെക്കുറിച്ച് ഈ നിതിൻ പറഞ്ഞിട്ടുണ്ടോ? അതായത് അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് എപ്പോഴും അനുഭവിക്കേണ്ടി വരുന്ന ഒരുതരം പുച്ഛം അല്ലെങ്കിൽ അധിക്ഷേപം? അതുണ്ട്. നന്നായിട്ട് അവന് എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവനെ കുറച്ച് കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്ത് എല്ലാവരും മുന്നിൽ വെച്ച് ഹറാസ് ചെയ്യാറുണ്ട്. ഇപ്പം അവൻ അത്രയും വയ്യാണ്ട് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ പോലും എന്നോടും കുറച്ച് പേര് നമ്മളാകെ ടെൻഷൻ അടിച്ച് നെഗറ്റീവ് ബ്ലഡിന് വേണ്ടി ഓടുമായിരുന്നു. അപ്പൊ പറഞ്ഞ
ദാറ്റ് ഫൂൾ സിമ്പതിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള രീതി സംസാരിച്ചായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ എന്താ പറയേണ്ട ഇങ്ങേരോടെന്നുള്ള അവസ്ഥയായി പോയി. അത്രയ്ക്ക് നമ്മൾ മാനസികമായി ഡൗൺ ആയിരുന്ന സമയത്താ ഇങ്ങനത്തെ വാക്കുകൾ പറയുന്നത്. അത് ഈ നിതിനോട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതോ മറ്റേതെങ്കിലും കുട്ടികളോട് ഈ സമീപനം ഉണ്ടായിരുന്നോ റാമിന്? എല്ലാ കുട്ടികളോടും ഇങ്ങനത്തെ സമീപനമായിരുന്നു. പക്ഷേ ഒരാൾ ഹോസ്പിറ്റലിൽ അത്രയും സീരിയസ് ആയിട്ട് കിടക്കുമ്പോൾ പോലും അങ്ങനെ പറയണമെങ്കിൽ അങ്ങനെ എത്രത്തോളം സാഡിസ്റ്റാണെന്ന് അപ്പോഴേ നമുക്ക് മനസ്സിലാവുന്നത്. ആ കുട്ടീനെ ഇപ്പം അത്രയും വയ്യാണ്ടിരുന്നപ്പോൾ തന്നെ അങ്ങനെ പറയുമെങ്കിൽ സ്റ്റാഫ് റൂമിൽ വെച്ച് എന്താ പറഞ്ഞതെന്ന് അറിയത്തില്ല. അന്ന് ക്ലാസ്സിൽ വെച്ചുള്ള ഇൻസിഡന്റ് കഴിഞ്ഞതിന് ശേഷം അവൻ ഒറ്റയ്ക്ക് അവനെ സ്റ്റാഫ് റൂമിൽ എന്തോ കൊണ്ടുപോയിന്ന് തോന്നുന്നു. അവൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോയതിനു ശേഷം അന്ന് എന്താ പറഞ്ഞതെന്ന് പോലും നമുക്ക് അറിയില്ല കറക്റ്റായിട്ട്. അപ്പൊ ഈ ലോൺ ആപ്പിന്റെ വിഷയമാണെങ്കിലും അത് സംസാരിക്കാൻ അകത്തേക്ക് വിളിപ്പിച്ചപ്പോ ഇദ്ദേഹം വല്ലാതെ വർത്താനം പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ആയിരിക്കണം. അന്നത്തെ കാര്യം എനിക്ക് അറിയില്ല. അന്ന് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നും എനിക്കറിയില്ല. ഓക്കെ. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഈ വലിയ ബുദ്ധിമുട്ടാവുന്നു ഇവിടെ പഠിക്കാൻ? അധ്യാപകരെ കൊണ്ട് പ്രയാസമാണ്, വല്ലാതെ എന്താണ് ഇത് ചെയ്യാണ്, ബുദ്ധിമുട്ടിക്കുകയാണെന്നൊക്കെ നിങ്ങളോട് പറയായിരുന്നോ? ഉണ്ടായിരുന്നു. അവൻ ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്താലോ എന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞു നിന്റെ ലൈഫാ പോകുന്നത്, നീ നമുക്ക് നോക്കാം, മാക്സിമം നോക്കാം, പഠിക്കണം, നീ കഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് എന്നൊക്കെ ഞാൻ നല്ല രീതിക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവനോട്.